നമസ്കാരം. കേരള വിഷൻ ന്യൂസ് വാർത്താ നേരം തുടങ്ങുന്നു. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. പ്രധാന വാർത്തകൾ. എം.കെ. രാഘവന് പിന്തുണയുമായി കെ. മുരളീധരൻ. രാഘവൻ പറഞ്ഞത് പാർട്ടി വികാരം. പാർട്ടിയിൽ മതിയായ ചർച്ചകൾ നടക്കുന്നില്ല. അടിയന്തരമായി രാഷ്ട്രീയകാര്യ സമിതിയോ എക്സിക്യൂട്ടീവോ വിളിക്കണമെന്നും കെ. മുരളീധരൻ. പറയേണ്ടത് പാർട്ടിക്കുള്ളിലെന്ന് കെ.സി. വേണുഗോപാൽ. CPM-ന്റെ ജനകീയ പ്രതിരോധ യാത്രയിലേക്ക് ഒടുവിൽ ഇ.പി. ജയരാജൻ എത്തുന്നു. ജാഥ തൃശൂർ ജില്ലയിൽ പ്രവേശിക്കുമ്പോൾ ഇ.പി. ജയരാജൻ പങ്കെടുക്കും. ജയരാജൻ എത്തുന്നത് ജാഥയിലെ തന്റെ അസാന്നിധ്യം വിവാദമായതിന് പിന്നാലെ. കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്യുന്നതിനാലാണ് ജാഥയിൽ പങ്കെടുക്കാൻ കഴിയാത്തതെന്ന് ഇ.പി. കാലിക്കറ്റ് സർവകലാശാലയിൽ മുഖ്യമന്ത്രിയുടെ ചടങ്ങിൽ കറുപ്പ് വസ്ത്രം വിലക്കി പോലീസ്. കറുപ്പ് ധരിച്ചെത്തിയ KSUക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. കറുപ്പ് വിലക്കിയിട്ടില്ലെന്ന് സർവകലാശാല. സംസ്ഥാന വ്യാപകമായി സീബ്ര ലൈനുകളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന. സീബ്ര ലൈനിൽ നിർത്താത്ത 100-ലേറെ വാഹനങ്ങൾക്കെതിരെ കേസെടുത്തു. നടപടി റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട കേരള വിഷൻ ന്യൂസ് വാർത്താ പരമ്പരയ്ക്ക് പിന്നാലെ. ബ്രഹ്മപുരത്തെ തീപിടുത്തത്തെ തുടർന്ന് കൊച്ചിയിൽ നിന്നും കനത്ത പുക. തീയണയ്ക്കാൻ നാവികസേന ഹെലികോപ്റ്ററുകളടക്കം രംഗത്ത്. കൊച്ചി നഗരത്തിലെ മാലിന്യ നീക്കം നഗരസഭ നിർത്തിവച്ചു. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ രണ്ടാം നോക്കൌട്ട് മത്സരത്തിൽ ATK മോഹൻ ബഗാൻ ഇന്ന് ഒഡീഷയെ നേരിടും. വനിതാ പ്രീമിയർ ലീഗിന്റെ ആദ്യ പതിപ്പിന് ഇന്ന് മുംബൈയിൽ തുടക്കം.